Hello, hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ ഡെയിലി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ലാസ്റ്റ് സെഷൻ തൊട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ഒരു കണ്ണ് തള്ളിപ്പോണ രീതിയിലുള്ള വേർഡ്സ് ഒക്കെയാണല്ലേ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. ഇന്നും ഞാൻ അതേപോലെയുള്ള ഒരു 5 വേർഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് സ്ട്രെയിറ്റ് അവേ ആ വേർഡ്സ് ഏതൊക്കെയാണ്, അത് ഏത് ലെങ്തി ഫ്രേസിനെയാണ് നമ്മൾ ഏത് ലെങ്തി ഫ്രേസിനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് ക്രപ്പുലൻസ്. യെസ്, എന്താണ് ക്രപ്പുലൻസ് എന്ന് പറഞ്ഞാൽ? സിക്നസ് അല്ലെങ്കിൽ ഇൻഡിസ്പൊസിഷൻ caused by excessive eating or drinking. അല്ലേ, എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്താണ് സിക്നസ് എന്ന് പറഞ്ഞാൽ അല്ലേ, അസുഖങ്ങളോ അസ്വസ്ഥത അല്ലെങ്കിൽ സുഖമില്ലായ്മ, വെല്ലായ്മ, അതാണ് സിക്നസ്. ഇൻഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാലും അതാണ് അതിൻ്റെ മീനിങ്. ഇൻഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥ, ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു വെല്ലായ്മ. ആ മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡും യൂസ് ചെയ്യണേ, ഇൻഡിസ്പൊസിഷൻ എന്നുള്ള വേർഡും യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ വലിച്ചുവാരി ഭക്ഷണം കഴിക്കണതിൽ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക എപ്പോഴും ഭയങ്കര ഒരു മുഴുക്കുടിയായി നടക്കുന്നത് കൊണ്ടോ നമുക്ക് ഉണ്ടാവണ ഒരു സിക്നസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വെല്ലായ്മയ്ക്കാണ് നമ്മൾ എന്ത് പറയണത്, ക്രപ്പുലൻസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യണേ. ഈ ഒരു സെയിം വേർഡിൻ്റെ റിലേറ്റ് ചെയ്ത് വേറൊരു വേർഡുണ്ട്, ക്രപ്പുലസ്. ഒരാൾ ക്രപ്പുലസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ, ഒരു എന്താ പറയുക ക്രപ്പുലസ് ആയ ഒരു പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാൽ characterized by excessive eating or drinking. Yes, അപ്പോൾ ഒരാൾ ആർത്തി പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എപ്പോഴും വലിച്ചു വാരി കഴിക്കണ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായി കുടിക്കണ ഒരാളാണെങ്കിൽ, ഈ രണ്ട് മീനിങ്ങിലും അല്ലെങ്കിൽ ഈ രണ്ടും ചെയ്യണ ഒരാളാണെങ്കിൽ ആ ആൾ നമുക്ക് എന്ത് പറയാം, ക്രപ്പുലസ് എന്ന് പറയാം. അപ്പോൾ ക്രപ്പുലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണത് കൊണ്ടുണ്ടാവണ ഒരു സ്റ്റേറ്റ് ഓഫ് അൺവെൽ, അതായത് നമുക്ക് സുഖമില്ലാത്ത ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുക, ക്രപ്പുലൻസ് എന്ന് പറയാം. നമുക്കുണ്ടാവണ അസുഖത്തിന് അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയണേ, ക്രപ്പുലൻസ് എന്ന് പറയണേ. അങ്ങനെ ഒരു നേച്ചറുള്ള ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യും, ക്രപ്പുലസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യും. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ നെക്സ്റ്റ് വേർഡാണ് സ്മെൽ ഫംഗസ്. സ്മെൽ ഫംഗസ് എന്താണ്? സ്മെൽ ഫംഗസ് എന്ന് പറഞ്ഞാലും എ ഫോൾട്ട് ഫൈൻഡർ അല്ലെങ്കിൽ കംപ്ലെയിനർ അല്ലെങ്കിൽ ഗ്രംബ്ലർ. ഫോൾട്ട് ഫൈൻഡർ, കംപ്ലെയിനർ അല്ലെങ്കിൽ ഗ്രംബ്ലർ. എന്താണ് ഫോൾട്ട് ഫൈൻഡർ എന്ന് പറഞ്ഞാൽ? ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റമാണല്ലേ. ഫൈൻഡ് ചെയ്യാതെ പറഞ്ഞാൽ കണ്ടുപിടിക്കുക, തൊട്ടതിനും പിടിച്ചതിനും എല്ലാ കാര്യത്തിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. കംപ്ലെയിനർ എന്ന് പറഞ്ഞാൽ പരാതി പറയുന്ന ആളെയാണ് നമ്മൾ കംപ്ലെയിനർ എന്ന് പറയണം. എന്താണ് ഗ്രംബ്ലർ എന്ന് പറഞ്ഞാൽ? ഗ്രംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും അല്ലേ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മൾ പരാതി പറയണതിനെയാണ്, അതിൻ്റെ വെർബ് ഫോമാണ് ഗ്രംബിൾ. അപ്പോൾ അങ്ങനെ പരാതി പറയണ ഒരാൾ നമ്മൾ എന്ത് പറയും, ഗ്രംബ്ലർ എന്ന് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു പരാതിപ്പെട്ടി എന്ന് പറയണ വേർഡിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്മെൽ ഫംഗസ്. അപ്പം തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ ഒരാൾ അല്ലെങ്കിൽ ഒരു പരാതിപ്പെട്ടിക്കാണ് നമ്മൾ എന്ത് പറയണേ, സ്മെൽ ഫംഗസ് എന്ന് നമ്മൾ പറയണേ. നെക്സ്റ്റ് വേർഡാണ് മിൽക്ക് സോപ്പ്. മിൽക്ക് സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വീക്ക് അല്ലെങ്കിൽ എ കവാർഡ്ലി മാൻ. ഒരാൾ ഭയങ്കര വീക്കായൊരു മനുഷ്യനാണ്, ഒരു എന്താ പറയുക വലിയ ഒരു ബലമുള്ള ഒരു മനോബലമൊക്കെ ഉള്ള ഒരാളല്ല, അല്ലെങ്കിൽ ഒരു പേടിത്തൊണ്ടനായ ഒരാളാണെങ്കിൽ അയാൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും, നമ്മൾ മിൽക്ക് സോപ്പ് എന്ന് പറയും. അതായത് ഒരു ധൈര്യം ഇല്ലാത്ത ഒരാൾ. കവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കവാർഡ് എന്ന് പറയണത് ബ്രേവിൻ്റെ ആൻറ്റണിമാണ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഷീ ഈസ് എ ബ്രേവ് ഗേൾ അല്ലെങ്കിൽ ഹീ ഈസ് എ ബ്രേവ് ബോയ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ധൈര്യമുള്ള, ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യം, കവാർഡ് എന്ന് പറഞ്ഞാൽ യെസ് പേടിയുള്ള ആൾക്കാരാണ്, ധൈര്യം ഇല്ലാത്ത, അത്രയും പേടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, ഗട്ട്സ് ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, കവാർഡ് എന്ന് പറയുക. അപ്പോൾ ഒരു മനുഷ്യൻ കവാർഡാണ് അല്ലെങ്കിൽ വീക്കായ ഒരാളാണ്, ഒരു ബലമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ആ ആളെ എന്ത് പറയും, നമ്മൾ മിൽക്ക് സോപ്പ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് വേർഡാണ് ലിക്സ്പിറ്റിൽ. ലിക്സ്പിറ്റിൽ യെസ്, എന്താണ് ലിക്സ്പിറ്റിൽ എന്ന് പറഞ്ഞാൽ, ടോഡി അല്ലെങ്കിൽ എ ഫോണിങ് സബോർഡിനേറ്റ്. എ ഫോണിങ് സബോർഡിനേറ്റ്. യെസ്, എന്താണ് ടോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു വേർഡാണെന്ന് തോന്നുന്നു, ടോഡി അല്ലേ. ടോഡി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, മുഖസ്തുതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾ, മുഖസ്തുതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളെയാണ് നമ്മൾ ടോഡി എന്ന് പറയുക. അതായത് സൈക്കോഫാൻറ്റ് അല്ലേ, നമ്മൾ സൈക്കോപാൻറ്റ് എന്നൊരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈക്കോഫാൻറ്റ് എന്ന് പറഞ്ഞാൽ, സൈക്കോഫാൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെയാണ്, അങ്ങനെ എന്താ പറയുക, അങ്ങനെ വേറെ ആൾക്കാരെ സുഖിപ്പിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, സൈക്കോപാൻറ്റ് അല്ലെങ്കിൽ ടോഡി എന്നുള്ള വേർഡ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം. സെയിം ആണ് എന്ത്, ലിക്സ്പിറ്റിൽ. അതായത് ഒരു ഫോണിങ് സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് എല്ലാ ഒരു എന്താ പറയുക, ഒരു ഹയർ ഒഫീഷ്യൽസിനെ അല്ലെങ്കിൽ അതോറിറ്റി ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ പവറിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കര ഓവറായിട്ട് വന്ദിക്കണ ആൾ, അല്ലെങ്കിൽ അങ്ങനെ മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താണു കേണ അപേക്ഷിക്കണ ഒരാൾ എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ, അങ്ങനെ ഓക്കെ, ആ ഒരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ലിക്സ്പിറ്റിൽ. ഓക്കെ, അപ്പം ഒരാൾ ഭയങ്കര വേറൊരാളെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുഖസ്തുതി പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാളോട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര ഒരുപാട് അവരുടെ മുമ്പിൽ ഇങ്ങനെ താണു കൊടുക്കണ ഒരാളാണെന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം, ലിക്സ്പിറ്റിൽ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ലാസ്റ്റ് വേർഡാണ് ടാറ്റർ ഡെമല്യൻ. യെസ്, എന്താണ് ടാറ്റർ ഡെമാലിയൻ എന്ന് പറഞ്ഞാൽ, റാറ്റ് അല്ലെങ്കിൽ ഡിസ്റെപ്യൂട്ടബിൾ ഇൻ അപ്പിയറൻസ്, റാറ്റ് ഓർ ഡിസ്റെപ്യൂട്ടബിൾ ഇൻ അപ്പിയറൻസ്. അതായത് ഒരാൾ റാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, റാഗ് എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ റാഗ് ഓക്കെ എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യണം. റെപ്യൂട്ടഡ് എന്നുള്ള ഐ വോണ്ട് ടു വർക്ക്, നമ്മളിപ്പം റെസ്യൂമൊക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ മെയിലിലാണ് റെസ്യൂമെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണതെങ്കിൽ നമ്മൾ ആ ഒരു മെയിലിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ എഴുതുന്ന ഒരു ഡയലോഗായിരിക്കും, ഒരു സെൻറ്റൻസ് ആയിരിക്കും, ഐ വോണ്ട് ടു വർക്ക് ഇൻ യുവർ റെപ്യൂട്ടഡ് കമ്പനി അല്ലേ, അല്ലെങ്കിൽ യോഴ്സ് ഈസ് എ റെപ്യൂട്ടഡ് കമ്പനി എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് റെപ്യൂട്ടഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു റെസ്പെക്റ്റ്ഫുൾ ആയ അല്ലേ, കുറേ ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ റെപ്യൂട്ടഡ് എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യണം. അപ്പം ഡിസ്റെപ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്ക് കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് തോന്നണ രീതിയിലല്ലാത്ത ഓക്കെ, ഒരു ബഹുമാനം തോന്നണ രീതിയിലല്ലാത്ത രീതിയിലാണ് ഇൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രീസാണ്. ഹി ലുക്സ് യൂത്ത്ഫുൾ ഇൻ അപ്പിയറൻസ് ഓക്കെ, അങ്ങനെ ആ ഒരു മീനിങ്ങിൽ കാഴ്ചയ്ക്ക് അയാളെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, യൂത്ത് ആണെന്ന് നമുക്ക് തോന്നും. യെസ്, അപ്പം റാഗ്ഡ് അല്ലെങ്കിൽ ഡിസ്റെപ്യൂട്ടബിൾ ഇൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചയ്ക്ക് ഒരാൾ ഒരു ബഹുമാനം തോന്നാത്ത രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലാണ് ഒരാളെങ്കിൽ ആ ആളെയാണ് നമ്മൾ അവർ ടാറ്റർ ഡെമല്യൻ ആണ്. അപ്പോൾ ഒരാൾ കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കാണുമ്പോൾ നമുക്ക്
ഒരു റെസ്പെക്റ്റ് തോന്നാത്ത രീതിയിലാണ് അയാളുടെ ഒരു അപ്പിയറൻസ് എങ്കിൽ അവിടെ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യും? ടാറ്റർഡിമല്യൺ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യും. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ 5 വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്തു അല്ലേ? യെസ്, ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡ്സ്? ഒന്ന് ക്രാപ്പുലൻസ് ആണ്. നമ്മൾ ഭയങ്കരമായി വലിച്ചു വാരി ആർത്തി പിടിച്ച് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ഒക്കെ ചെയ്താൽ അതുകൊണ്ടുണ്ടാവണ ഒരു അസുഖം അല്ലേ, അങ്ങനത്തെ ഒരു വല്ലായ്മയ്ക്കാണ് നമ്മൾ ക്രാപ്പുലൻസ് എന്ന് പറയാം. അങ്ങനെ നേച്ചറുള്ള ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അതൊരു ക്രാപ്പുലസ് പേഴ്സൺ ആണ് എന്ന് പറയും. പിന്നെ ഒരാൾ സ്മെൽ ഫംഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു പരാതിപ്പെട്ടിയാന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്മെൽ ഫംഗസ്. പിന്നെ നമ്മൾ കണ്ടതാണ് മിൽക്ക് സോപ്പ് അല്ലേ? ഒരാൾ ഒരു വീക്കായ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു യൂസ്ലെസ് ആയ ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ധൈര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ദർ വി യൂസ് ദ വേർഡ് മിൽക്ക് സോപ്പ്. പിന്നെ ലിക് സ്പിറ്റിൽ ഒരാൾ ഒരു പാദസേവകനാണ് അല്ലേ? എപ്പോഴും അങ്ങനെ ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു കാല് പിടിച്ചുകൊണ്ട് നടക്കണം അല്ലേ? അങ്ങനത്തെ ഒരു നേച്ചറുള്ള ഒരു പാദസേവകനാണെന്നുള്ളൊരു മീനിങ് നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ലിക് സ്പിറ്റിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് കണ്ട വേർഡാണ് ടാറ്റർഡെമല്യൺ അല്ലേ? ഒരാൾ ഒരു കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് തോന്നാത്ത രീതിയിലാണ് അയാൾ കാഴ്ചയ്ക്കെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ടാറ്റർഡെമല്യൺ ആണെന്ന് നമുക്ക് പറയാം. യെസ്, അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത വേർഡ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? യെസ്, നമ്മുടെ ബാങ്ക് എക്സാംസ് മാത്രമല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ചും കൂടെ ടഫായിട്ടുള്ള വൺ വേർഡ്സ് ഒക്കെ അവരുടെ ഇംഗ്ലീഷ് പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ നമ്മളിത് അറിഞ്ഞിരുന്നാൽ നമുക്ക് അവരെത്ര ടഫായി ചോദിച്ചാലും യെസ് നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേർഡ്സും കൂടെ നമ്മുടെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം സെഷൻസിൽ നമുക്ക് അങ്ങനത്തെ വേർഡ്സ് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ പറയുക. ഇതേപോലത്തെ വേർഡ്സ് നമുക്ക് ഇനിയും കുറേ വേർഡ്സ് ഉണ്ട്. നമുക്ക് പല സെഷൻസിലായിട്ട് നമുക്ക് അങ്ങനത്തെ വേർഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ ഇതേപോലെ കുറച്ച് അടിപൊളി വൺ വേർഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.